ഇഷ്ടു തയ്യാറാക്കാൻ പോവാണ്. അതിലേക്ക് പട്ട, കരയാമ്പൂ, സ്റ്റാർ, പിന്നെ അതുപോലെ ഏലക്കായ ഇതുപോലെ ഒന്ന് വിണ്ടിട്ട് ഒന്ന് കീറിയിട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഷാലോ ആയിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ആവണ വരെ നമുക്കൊന്ന് ഒരു 1/4 ടേബിൾ സ്പൂൺ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് നന്നാക്കി വെച്ച ചിക്കൻ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ചിക്കൻ ഇങ്ങനെ ഒരു കളറാവണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതാണ് ഒരു 3-4 മിനിറ്റ് വരെ നമ്മൾ ഇരിക്കാൻ പറയാൻ കാരണം. അപ്പോൾ നമ്മൾ അതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കാം. 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടി നമുക്കൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ആയി വന്നിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്യാണ്ടേ കറിയിലേക്ക് താളിക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് താളിക്കാൻ വയ്ക്കാം. എണ്ണ ചൂടാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കേട്ടോ കറിവേപ്പില ഇട്ട്. മല്ലിയില ഒന്നും ഇടരുത്, കറിവേപ്പിലാണ് ഇതിലും കുറച്ചുകൂടി നല്ല ടേസ്റ്റൊക്കെ വരും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇഷ്ടം തയ്യാറായിട്ടുണ്ട് കേട്ടോ. കഴിക്കുന്ന രീതിയുണ്ട്. ഇങ്ങനെ പൊട്ടിച്ച് കുതിർത്തി ആഹാ